ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിൻ്റെ കാലഘട്ടം. സെക്കന്ദിറ്റ മാലിയ എന്ന അമ്മയുടെ ഏക മകനെയും ഭർത്താവിനെയും വാൻഡെർബ്രോക്ക് എന്ന ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ ജനാധിപത്യം വന്നപ്പോൾ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ എന്ന സമിതി രൂപീകരിച്ചു. കൊലയാളിയായ വാൻഡെർബ്രോക്ക് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അന്ന് കോടതിയിൽ വിധി കേൾക്കാൻ സെക്കന്ദിറ്റ മാലിയ എന്ന ആ വൃദ്ധയും എത്തി. അന്ന് കോടതി ചോദിച്ചു, ഈ അമ്മയുടെ കുടുംബം തകർത്ത ഇയാൾക്ക് എന്ത് ശിക്ഷ നൽകണം? എല്ലാവരും വധശിക്ഷ പ്രതീക്ഷിച്ചിരിക്കെ ആ അമ്മ ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും ശരീരങ്ങൾ അയാൾ കത്തിച്ച ആ സ്ഥലത്ത് നിന്ന് അല്പം ചാരം എനിക്ക് ശേഖരിക്കണം. എനിക്ക് അവർക്ക് മാന്യമായൊരു സംസ്കാരം നൽകണം. എൻ്റെ കുടുംബത്തിലെ പുരുഷന്മാരെയെല്ലാം അയാൾ കൊന്നു. എനിക്കിന്ന് ആരുമില്ല. അതിനാൽ അയാൾ മാസത്തിലൊരിക്കൽ എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ മകനായ എനിക്ക് അയാളെ സ്നേഹിക്കണം. 3-മതായി, ദൈവം എന്നോട് ക്ഷമിച്ചതുപോലെ എനിക്ക് അയാളോട് ക്ഷമിക്കണം. അതിനാൽ അയാളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് അനുവാദം വേണം. തകർന്നു വിറച്ചു നിന്ന ആ ഉദ്യോഗസ്ഥനെ കെട്ടിപ്പിടിച്ച് ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. വിദ്വേഷത്തിൻ്റെ ചാരത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉദ്ധാനം സംഭവിച്ച നിമിഷമായിരുന്നു അത്. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ പുണ്യയാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ആത്മീയ യാത്രയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ശുബുക്കോനോ അഥവാ സമാധാനത്തിൻ്റെ ശുശ്രൂഷയാണ്. ശുബുക്കോൻ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ക്ഷമയെന്നാണ്. രമ്യതയുടെയും നിരപ്പിൻ്റെയും സന്ദേശമാണ് ശുബുക്കോനോ. ഈ നോമ്പുകാലത്ത് നാം മറ്റുള്ളവരോട് നിരപ്പാകുന്നതിന് മുമ്പ് നമ്മോട് തന്നെ നിരപ്പാകേണ്ടിയിരിക്കുന്നു. കാരണം സ്വന്തം തെറ്റുകളെ ചൊല്ലിയുള്ള കുറ്റബോധം പേറുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. ആദ്യമേ നമ്മോട് തന്നെ നമുക്ക് നിരപ്പാകാം. അതിനുശേഷം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരോട് നിരപ്പാകുവാനും അവരെ സ്നേഹിക്കുവാനും വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ അനുഭവത്തിൽ മാത്രമേ നമുക്ക് ദൈവവുമായി ആത്മീയമായി ഐക്യപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണയുള്ളവരും ഹൃദയാലുവുമായിരിക്കുവിൻ, അന്യോന്യം ക്ഷമിക്കുവിൻ എന്ന് എഫേസ്യർ 4:32 പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശത്രുക്കൾക്കായി പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. ആ അമ്മയെപ്പോലെ ഹൃദയങ്ങൾ നിരപ്പാക്കി പകയുടെ കണക്ക് പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ മനുഷ്യരായി നമുക്ക് ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.